ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഈ വൈസർ അതിൽ വയ്ക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ട്രെയിനിൽ ഈ വൈസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ക്ലാമ്പ്. ഓക്കെ, ഈ ക്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ക്ലാമ്പ് നമ്മൾ അവിടുത്തെ ആ ബോൾട്ടിൻ്റെ ഇവിടെ ഇറക്കി വയ്ക്കും. ഇത് രണ്ടും മറ്റേ ആ ബോൾട്ടിൽ മീൻസ് ഈ ബോൾട്ടിലൊക്കെയാണ് വരുന്നത് ഫിറ്റിങ്സ്. ഇതിൽ പിന്നെ ഇതിൽ. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഇൻസ്റ്റാളിങ് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് പണിതൊരു ക്ലാമ്പാണ്. ഈ ക്ലാമ്പ് ഇച്ചിരി ബെൻഡ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. കുഴപ്പമില്ല, ഇത് അത്യാവശ്യം സ്ട്രോങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുഷില്ലേ, അതായത് ഈ ബുഷ് വന്നിട്ട് ഈ വൈസർ സ്ക്രോയിങ് ബുഷാണ്. അതായത് ഈ വൈസറിൽ സെറ്റ് ചെയ്യണ ബുഷാണിത്. ഓക്കെ, അപ്പം ഇതിൽ ഒരു കുറച്ച് എക്സ്റ്റൻഡ് പീസ് കൂടെ ഉണ്ട്. അത് ഈ ഹോളിൽ കയറ്റി വയ്ക്കാനുള്ള പീസാണ്. അപ്പം നമ്മളിൽ വലിയ ഡ്രില്ലിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് ഹോൾ ചെയ്തിട്ട് ഇത് അടിയിൽ വെച്ച് ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ സെറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആ ക്ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇതിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ബോൾട്ട് ലൂസ് ചെയ്യുക. ഓക്കെ, അത്യാവശ്യം ലൂസായിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഈ ബോൾട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുക, ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കാം. ഇതിവിടെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ ബോൾട്ട് നമുക്കിങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ടൈറ്റ് ചെയ്യാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നല്ല, ഫുൾ ടൈറ്റ് ചെയ്യുക. ഇനി ഇവിടുത്തെ ബോൾട്ട് നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പോൾ ഹാൻഡിലിൽ കുറച്ച് മാച്ചിങ് ആയിട്ട് വയ്ക്കണം. അതായത് ഇപ്പം എങ്ങനത്തെ സീറ്റിങ്ങാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ. ഇവിടെ ത്രെഡ് ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് വേണ്ടത്. അതായത് ഈ ബ്രേക്ക് ലിവർ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പൊസിഷനിലാണ് വേണ്ടത്. അത് നമുക്ക് മീൻസ് ഇപ്പം ഹാൻഡിൽ നമ്മൾ തട്ടുന്നില്ല. ഓക്കെ, ഈ ഒരു ആംഗിളിലായിരിക്കും വേണ്ടത്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇത് ഈക്വലായിരിക്കണം. അങ്ങനെ വെച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇതേപോലെ ക്ലാമ്പ് ഇതിടുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ഫിക്സ്ഡാണ്. അപ്പോൾ ഇതിൽ വേറെ സീനൊന്നുമില്ല. ഇതാ ഇപ്പോൾ കറക്റ്റ് മീറ്റർ ഇവിടെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. ഇവിടെ ഒരു വൈസർ കൂടെ വരുമെന്നേ ഉള്ളൂ. വൈസർ വയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ വരുമ്പം എന്തായാലും ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ലുക്ക് കിട്ടണമെങ്കിൽ ഒരു വൈസർ കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. അപ്പം ബാക്കി ഈ രണ്ട് സൈഡും ഈക്വലാണ്, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു വൈസർ മാത്രം വച്ചാൽ മതി. കാരണം ഇവിടെയും ഇവിടെയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് വൈസർ വയ്ക്കാം. അപ്പോൾ ഇനി വൈസർ വയ്ക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. കാരണം ഇവിടെ ഒരു സൈഡ് വച്ച് നോക്കിയിട്ട് വേണം ആദ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാണ് വൈസർ വയ്ക്കാൻ പോകുന്നത്. ഈ വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സ്ക്രൂ ഇടേണ്ട എങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു സ്ക്രൂ എടുക്കുക, ഹോളിൻ്റെ മാച്ച് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ഓക്കെ, കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ആ ബാക്കിൽ ഒന്ന് ജസ്റ്റ് വെച്ച് ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ പിടിക്കണമുണ്ട്, എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഹോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ബാക്കിൽ മറ്റേ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നേരത്തെ ഓൾറെഡി ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇത് ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വെച്ചങ്ങ് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ അല്ലേ, സംഭവം എങ്ങനെയുണ്ട്? കളറല്ലേ? കുറച്ച് സിനിമാറ്റിക് ഷോട്ട് എടുക്കാം. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഹൈഡ്രോളിക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഹൈഡ്രോളിക് ക്യാൻസ് വരും രണ്ട് സൈഡും. അപ്പം ഇത് ഫില്ലാവും. ഓക്കെ, ഇത് സെറ്റാവും, ഇത് ഫില്ലാവും. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റാവും. എന്നാലും ഇത് ഈ വ്യൂ കൊള്ളാമെന്ന് തോന്നുന്നു, കാരണം കണ്ടിട്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ആ ഹാൻഡിലിൻ്റെ സൈഡ് പോയിട്ട് നോക്കാം. വാവ്, സെറ്റ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കെയർ ഇരുന്നിട്ട് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഈ എല്ലാവർക്കും ചോദിച്ച ഡൗട്ടാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതാ കീ ഓണാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടല്ലേ? അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ സൂപ്പർ ഡ്യൂക്കിനെ പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു പോർഷനും എല്ലാം ഫസ്റ്റ് ഞാനാണ് വയ്ക്കുന്നത്. ഈ മീറ്ററും ഫസ്റ്റ് ഹാൻഡിൽ വെക്കുന്നത് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതും ഈ വൈസറും തമ്മിൽ നല്ല മാച്ചിങ് പറഞ്ഞുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഫ്രണ്ട് DRL കത്തി കിടക്കാൻ കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിയോ, കണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ.